ഹലോ എവ്രിവൺ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് BGC 111 വിമൻസ് റൈറ്റിംഗിലുള്ള മൂന്നാമത്തെ ബ്ലോക്കാണ് കേട്ടോ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് യൂണിറ്റാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. 1, 2 ബ്ലോക്കുകളൊക്കെ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇന്ന് മൂന്നാമത്തെ ഷോർട്ട് സ്റ്റോറീസ് ആണ് ഈ ഒരു ബ്ലോക്കിൽ മുഴുവനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ യൂണിറ്റിലും എ കപ്പ് ഓഫ് ടീ എന്ന് പറയുന്ന കാതറിൻ മാൻസ്ഫീൽഡ് എഴുതിയിട്ടുള്ള ഒരു ചെറിയൊരു ഷോർട്ട് സ്റ്റോറിനെ കുറിച്ചിട്ടാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത് കേട്ടോ. അപ്പം അത് നമുക്കൊരു എഴുത്തുകാരനെ കുറിച്ചിട്ട് നോക്കാം. കാതറിൻ മാൻസ്ഫീൽഡ് ആണ് ഇത് എഴുതിയിട്ടുള്ളത്. 1888 മുതൽ 1923 വരെ ആകെ ഒരു 34 വർഷം അവർ ജീവിച്ചിരുന്നിട്ടുള്ളൂ കേട്ടോ. ആ ഒരു കാലഘട്ടത്തിലാണ് അവർ ജീവിച്ചിരുന്നത്. അവർ ഒരു ന്യൂസിലാൻഡ് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്റർ ആയിരുന്നു. പക്ഷേ കൂടുതലായിട്ടും അവരെന്താണ് നമ്മുടെ ലണ്ടനിൽ അവരുടെ ലിറ്ററേച്ചേഴ്സായിട്ട് സ്പെൻഡ് ചെയ്യാനാണ് അവർ കൂടുതലായിട്ടും ചൂസ് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ തന്നെ ഏറ്റവും ഷോർട്ട് സ്റ്റോറി റൈറ്റർ എന്നുള്ള നിലയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഈ ഒരു കാതറിൻ മാൻസ്ഫീൽഡ് എന്ന് പറയുന്ന ഈ നമ്മുടെ എഴുത്തുകാരി കേട്ടോ. സോ അവരുടെ റൈറ്റിങ്സിൽ എപ്പോഴും കാണാറുള്ളത് ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ കുറിച്ച്, ഇമോഷൻ, ലോൺലിനെസ്, ഫാമിലി ലൈഫ്, അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇൻസൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും അവരുടെ വർക്കിൽ നമുക്ക് കാണാൻ പറ്റും. 34ാമത്തെ വയസ്സിൽ അവർ ട്യൂബർ കൊളോസിസ് എന്ന് പറയുന്ന ഒരു രോഗം പിടിപെട്ട് അവർ മരിക്കുകയാണ് ഉണ്ടായത് കേട്ടോ. സോ അതാണ് ആ ഒരു എഴുത്തുകാരനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ. സോ നമുക്കൊരു നമ്മുടെ സ്റ്റോറിയിലേക്ക് പോകാം. എ കപ്പ് ഓഫ് ടീ എന്ന് പറയുന്ന ടൈറ്റിൽ വരുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. പിന്നെ ആകെ 3 ക്യാരക്ടേഴ്സ് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. റോസ് മേരി ഫെൽ, ദെൻ ഫിലിപ്പ് ഫെൽ, ഒരു ഭയങ്കര ഒരു പൂറായിട്ടുള്ള ഗേൾ ഉണ്ട്, മിസ് സ്മിത്ത് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു 3 പേരുമാണ് ഇതിൽ മെയിനായിട്ടുള്ള കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. അതിൽ തന്നെ മെയിനായിട്ടുള്ള കഥാപാത്രമായിട്ട് നമ്മുടെ റോസ് മേരി ഫെല്ലാണ് വരുന്നത് കേട്ടോ. അപ്പം റോസ് മേരി ഫെൽ അവരുടെ ഭർത്താവാണ് ഫിലിപ്പ് ഫെൽ എന്ന് പറയുന്നത്. സോ ഈ റോസ് മേരി ഫെല്ലിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ അവർ ഭയങ്കര ഒരു ധനികയായിട്ടുള്ള ഒരു വെൽത്തി ആയിട്ടുള്ള ഒരു മോഡേൺ ചിന്താഗതിയൊക്കെ ഉള്ളൊരു ഒരു യുവതിയാണ് കേട്ടോ. പക്ഷെ അവർ ഭയങ്കരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗേളൊന്നുമല്ല. പക്ഷെ നോട്ട് ബാഡ്, ഒരു തിരക്കേടില്ലാത്ത സൗന്ദര്യം ഉള്ളൊരു വ്യക്തി. പക്ഷെ അവർ നല്ല ക്ലോത്തിങ് ഒക്കെ എന്തായിരിക്കും, അവരുടെ വസ്ത്രധാരണമൊക്കെ ഭയങ്കര നീറ്റായിരിക്കും. ഭയങ്കര എന്താ വില കൂടിയ ഡ്രസ്സുകളും, അതുപോലെ തന്നെ ഭയങ്കര നല്ല എഡ്യൂക്കേഷൻ ഉണ്ട് ആൾക്ക്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ആ ഒരു സ്റ്റാറ്റസും ഒരു എന്താണ് ഭയങ്കര നല്ലൊരു സ്റ്റാറ്റസും അവർക്ക് ലൈഫിലുണ്ട്. അപ്പം അത്രയും ഒരു റിച്ച് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ റോസ് മേരി ഫെൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 2 വർഷം ആയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഫിലിപ്പ് ഫെൽ എന്ന് പറയുന്നെങ്കിൽ അദ്ദേഹം ഭയങ്കര ഒരു ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഭയങ്കര ബിലവ്ഡ് ആയിട്ടുള്ളൊരു ഹസ്ബൻഡാണ്. സോ അതൊക്കെയാണ് ഒരു ഇത് പറയാനാണെങ്കിൽ. ഇപ്പം അവരും തന്നെ എന്താണ് ഭയങ്കര എന്താണ് പറയുക, വെൽത്തി ആയിട്ടുള്ള ആളാണ്, വെൽത്തി ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ ആണ് നമ്മുടെ ഫിലിപ്പ് ഫെൽ എന്ന് പറയുമ്പോൾ. ഇതൊക്കെയാണ് ഒരു കഥയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. സോ ഈ ഒരു കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ലണ്ടനിലുള്ള ഏറ്റവും ഒരു തണുപ്പ് ഏറിയിട്ടുള്ള ഒരു ഉച്ച സമയം, വിൻ്ററിലുള്ള ഭയങ്കര ഒരു തണുപ്പുള്ള ഒരു ഉച്ച സമയത്തിലാണ് ഈ ഒരു കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു റോസ് മേരി ഫെല്ലിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ അവർ ഈ എന്താ ആൻറ്റിക് ആയിട്ടുള്ള കളക്ഷൻസിനൊക്കെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടും. നമുക്ക് പുരാതന വസ്തുക്കളൊക്കെ പറയില്ലേ, അതിനോടൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുപോലെ തന്നെ നല്ല വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ വാങ്ങാനും അങ്ങനത്തെ ഒരു ഭയങ്കരമായിട്ട് താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ റോസ് മേരി ഫെൽ എന്ന് പറയുന്ന ഒരു കഥാപാത്രം കേട്ടോ. അപ്പം അവർ ഈ ഒരു വിൻ്റർ സീസണിൽ ഒരു ഉച്ച സമയമായപ്പം കേഴ്സൺ സ്ട്രീറ്റിലേക്ക് പോയി അവിടെ എന്താണ് ഒരു ആൻറ്റിക് കളക്ഷനുള്ള ഒരു കടയിൽ അവർ പോവുകയാണ്. അങ്ങനെ ആ ഒരു കടയിൽ അവർ കയറി. അപ്പം എന്താണ് അവിടെ കടയിലുള്ള അയാളെന്താണ് ഭയങ്കര ബഹുമാനത്തോടെയാണ് അവരെ സ്വീകരിക്കുക. കാരണം അത്രയും ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ റോസ് മേരി ഫെൽ എന്ന് പറയുമ്പോൾ. അങ്ങനെ അവരെ ബഹുമാനത്തോടുകൂടെ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനാമൽ ബോക്സ് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. പഴയ ഒരു ഇതാണ്. അപ്പം അത് കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് എന്താണ് ഭയങ്കരമായിട്ട് ആ ഒരു ബോക്സ് ഇഷ്ടപ്പെടുകയാണ്. അപ്പം അതിന് ഏകദേശം ഒരു 28 ഗിനിയ പ്രൈസ് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് ഒരു പ്രൈസ് കേട്ടപ്പം അവൾ പെട്ടെന്ന് അത് വാങ്ങുന്നില്ല. പക്ഷേ പിന്നീട് വാങ്ങാം എന്ന് പറഞ്ഞിട്ട് ആ കടയിൽ നിന്ന് അങ്ങനെ പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ അവർ പുറത്തെത്തുമ്പം ഭയങ്കര ഒരു പുവറായിട്ടുള്ള ഒരു വിമൺ എന്താണ് ഭയങ്കര എന്താ പറയുക, അത്രയും ഒരു ദാരിദ്ര്യം പിടിച്ച ഒരു പെൺകുട്ടി എന്താണ് വിശന്ന് വലഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു റോസ്മേരി ഫെല്ലിൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എനിക്കൊരു കപ്പ് ചായ വാങ്ങാനുള്ള ക്യാഷ് തരുമോ എന്നുള്ളത് ചോദിക്കുകയാണ് കേട്ടോ. മിസ് സ്മിത്ത് എന്നാണ് ആ ഒരു പെൺകുട്ടിയുടെ പേര് കേട്ടോ. അപ്പം ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് സമയമായി എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ നമ്മുടെ റോസ് മേരി ഫെല്ലിനോട് പറയാണ്. പക്ഷേ ഈ ഒരു കാര്യം കേട്ടപ്പം എനിക്ക് ചായക്കുള്ള പൈസ തരുമെന്ന് ചോദിച്ചപ്പം ഇത് കേൾക്കുമ്പം നമ്മുടെ ഒരു റോസ് മേരി ഫെല്ലിന് എന്താ തോന്നുന്നു വെച്ചാൽ ഒരുപാട് നോവലിലൊക്കെ വായിച്ചിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണ് അവർ തോന്നുന്നത്. കാരണം ഭയങ്കര എന്താണ് ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു പെൺകുട്ടി എന്താണ് വേറെ ആളോട് സഹായം ചോദിക്കുക. അപ്പോൾ ഭയങ്കര എന്താണ് അവർ നല്ല രീതിയിൽ ഭയങ്കരമായിട്ട് സഹായഹസ്തങ്ങളൊക്കെ കൊടുക്കുക എന്നൊക്കെ ഉള്ളത് നോവലിലോ പണ്ട് എവിടെയൊക്കെ വായിച്ച് കേട്ടിട്ടുള്ള ഒരു ഓർമ്മയിൽ എന്താണ് അവർ ആ ഒരു കഥാപാത്രം ആയി തീരുകയാണ്. അഥവാ തനിക്കും ഇങ്ങനെ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മുടെ റോസ് മേരി ഫെല്ല് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ അവർ വിചാരിച്ചു ചായ വാങ്ങി കൊടുക്കണം, തന്നെ എന്താണ് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വിചാരിച്ച് അവരെന്താണ് തൻ്റെ കാറിലെന്താണ് അവർ വീട്ടിലേക്ക് കൊണ്ടുപോകണം. പക്ഷേ ഈ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴും ഈ ഒരു മിസ് സ്മിത്ത് വിചാരിക്കുന്നത് തന്നെ അങ്ങനെ പോലീസ് സ്റ്റേഷനിലെങ്ങാണ്ട് ഇറക്കി വിടുമോ എന്നൊക്കെ ഉള്ള ഒരു വേവലാതി ആർക്കുണ്ട്, ഈ ഒരു മിസ് സ്മിത്തിനുണ്ട്. പക്ഷേ എന്താണ് അവരെന്താണ് അവരുടെ സ്വന്തം വീട്ടിലേക്കാണ് അവർ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. അപ്പം എന്താണ് അവരെ സഹായിച്ചെന്താണ് ആളുകളുടെ ഇടയിൽ ഒരാളെ സഹായിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു ഇതാണല്ലോ,
ആളുകളുടെ ഇടയിൽ ഒന്ന് ഫെയിം ആവാനുള്ളൊരു വഴിയാണല്ലോ ഈ ഒരു സഹായം കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പം അതുപോലെയാണ് നമ്മുടെ ഈ റോസ്മേരി സെൽ എന്ന് പറയുന്നത്. ഇപ്പം എന്താണ് ആ ഒരു ആത്മാഭിമാനത്തിൻ്റെ പുറത്ത് ചെയ്യണം. അല്ലാതെ ഇതൊന്നും ഒരു മനസ്സിൽ ആ ഒരു അത്രയും ഒരു ഇഷ്ടം ഉണ്ടായിട്ട് അങ്ങനെ ഭയങ്കര കൈൻഡ്നെസ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് ചെയ്യുന്നില്ല. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ആളുകൾ ഒന്നുകൂടെ ശ്രദ്ധ തൻ്റെ മേലിൽ വീഴുള്ളൂ എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയുള്ള ആളാണ് നമ്മുടെ റോസ്മേരി ഫെൽ എന്നുള്ളത് കേട്ടോ. അപ്പം അങ്ങനെ സ്മിത്ത് അങ്ങനെ പേടിക്കുന്നുണ്ടെങ്കിലും പക്ഷേ എന്താണ് അവരുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവരുടെ വീട്ടിൽ എന്താണ് അവരുടെ റൂമിലേക്ക് റോസ്മേരി ഫെൽ അവരെ കൊണ്ടുപോവുകയാണ്. അവിടെ എന്താണ് തണുപ്പ് കാലാവസ്ഥയാണല്ലോ. അപ്പം അവരെ വീട്ടിൽ എന്താണ് റൂമിൽ ചെറിയ ഒരു എന്താ പറയുക വിറകൊക്കെ കത്തിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അവിടെ ഇരുത്താണ്. അവളാണെങ്കിൽ ഭയങ്കര ടയേർഡാണ്. നമ്മുടെ മിസ് സ്മിത്ത് ഭയങ്കര ടയേർഡാണ്. അപ്പം അവരോട് നമ്മുടെ ഈ ഒരു റോസ്മേരി ഫെല്ലിനോട് പറയുന്നുണ്ട്, എനിക്ക് വളരെയധികം വിശക്കുന്നുണ്ട്, ഇനിയും ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ബോധം കെട്ട് പോകുമോ എന്നുള്ള ഒരിത് റോസ്മേരി ഫെല്ലിനോട് പറയുന്നുണ്ട്. അപ്പം തന്നെ തൻ്റെ ജോലിക്കാരൊക്കെ വിളിച്ചെന്താണ് അവർക്ക് ചായയും അതുപോലെ തന്നെ സാൻഡ്വിച്ചൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് സമയമായപ്പം അതുകൊണ്ട് തന്നെ അവളെന്താണ് ഭയങ്കര ആർത്തിയിൽ തൻ്റെ ആ ഒരു ഭക്ഷണം കഴിക്കുകയാണ്. അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിൽ തൻ്റെ ലൈഫിനെ കുറിച്ചിട്ടൊക്കെ അവർ പറയുന്നുണ്ട്. തൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ പോലും തോന്നിപ്പോയിരുന്നു എന്നുള്ള കാര്യവും അവർ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അത് പറഞ്ഞപ്പം അത് പറഞ്ഞ് അവർ കരയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ റോസ്മേരി അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ നിന്നെ സഹായിക്കാം എന്നുള്ളൊരു വാഗ്ദാനം അവർക്ക് കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയപ്പോഴാണ് നമ്മൾ ഫിലിപ്പ് ഫെൽ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അപ്പം അയാൾ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ ആരെയാണ് മിസ് സ്മിത്തിനെ കാണുകയാണ്. അപ്പം പെട്ടെന്ന് കണ്ടപ്പം ഒരു അത്ഭുതം തോന്നി. കാരണം അറിയാത്ത ഏതൊരു പെൺകുട്ടി തൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നു എന്നുള്ളൊരിത് അദ്ദേഹത്തിന് തോന്നി. പിന്നീട് നമ്മുടെ റോസ്മേരിയെ എന്താണ് ലൈബ്രറിയിലേക്ക് വിളിച്ചിട്ട് അവിടെ നിന്നാണ് പിന്നീട് അവർ സംസാരിക്കുന്നത്. അപ്പം ഇത് ആരാണ് ഈ പെൺകുട്ടി എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പം അവൾ പറയുന്നുണ്ട് താൻ ഈ പെൺകുട്ടീനെ കാണാനിടയ സാഹചര്യം പിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്തതോ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പം പിന്നീട് ഫിലിപ്പ് പറഞ്ഞിട്ട് കാര്യം ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ എന്നുള്ളതാണ്. അപ്പം അവളെന്താണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉദ്ദേശം എന്താണ് അവൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീട്ടിൽ അവളെ നിർത്തുന്നത് സേഫ് ആയിട്ടുള്ള കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു അദ്ദേഹം എന്താണ് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന ആളാണ്. നമ്മുടെ റോസ്മേരി അങ്ങനെയല്ല. അങ്ങനത്തെ ഒരു റിയാലിറ്റി ആയിട്ടുള്ള ഒരു ചിന്തകളും അവരുടെ ഇതിലൊരു സാങ്കല്പിക ലോകത്ത് അങ്ങനെ ജീവിച്ചു പോകുന്നുള്ള ഒരാളാണ് നമ്മുടെ റോസ്മേരി എന്ന് പറയുന്നത്. അപ്പം എന്താണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വീട്ടിൽ നിൽക്കുന്നത് അത് ശരിയല്ല എന്നുള്ള കാര്യം അവർ അവിടെ പറയാണ്. പക്ഷേ അവൾക്ക് ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ അവൾ ബ്യൂട്ടിഫുൾ ആണെന്നുള്ളൊരു കാര്യം കേൾക്കുമ്പം അവൾക്ക് ഭയങ്കരമായിട്ട് അത് പൊള്ളുന്നുണ്ട്. അപ്പം നമ്മുടെ ഹസ്ബൻഡ്മാർ നമ്മളോട് വേറൊരു പെൺകുട്ടിയാണ് അവൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് പറയുമ്പോൾ നമുക്കായാലും അത് ഭയങ്കര ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കുമല്ലോ. അപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ റോസ്മേരിനെ കുറിച്ചിട്ടും. അപ്പം അതുവരെ എന്താണ് ആ ഒരു മിസ് സ്മിത്തിനെ എങ്ങനെയും സഹായിക്കണം എന്ന് വിചാരിച്ചിരുന്ന അവളെന്താണ് ആ ഒരു അവളുടെ സൗന്ദര്യം പറഞ്ഞതോടെ എന്താണ് അവളോടൊരു അസൂയ തോന്നുകയാണ് അവളോട്. സ്ത്രീകളുടെ സ്വഭാവം അങ്ങനെയാണല്ലോ. അപ്പം ഒരാൾ നന്നാവുന്നത് ആർക്കും ഇഷ്ടമല്ല. പ്രത്യേകിച്ച് സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലൊക്കെ വരുമ്പം പ്രത്യേകിച്ച് വേറൊരു കണ്ണുകൊണ്ടായിരിക്കും പിന്നെ അവർ കാണാമെന്നുള്ളത്. പ്രത്യേകിച്ച് താൻ സ്നേഹിക്കുന്ന തൻ്റെ ഹസ്ബൻഡ് മറ്റൊരു സ്ത്രീയെക്കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പം പിന്നെ ഒരിക്കലും ആ ഒരു സ്ത്രീയോട് എന്താണ് ഒരു സ്നേഹമോ അല്ലെങ്കിൽ ഒരു സഹാനുഭൂതിയോ ഒന്നും അവരോട് തോന്നൂലല്ലേ. അപ്പം അതന്നെയാണ് ഇവിടെ നമ്മുടെ റോസ്മേരിക്കും പറ്റിയിട്ടുള്ളത്. എന്താണ് അവർക്ക് ഭയങ്കര അസൂയ തോന്നുകയാണ്. പിന്നീട് എന്താണ് അവർ മുറിയിൽ പോയിട്ട് 5 പൗണ്ട് എങ്ങാണ്ട് അവർ എടുത്തുകൊണ്ട് നമ്മുടെ ഈ ഒരു പെൺകുട്ടീൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അതിൽ 3 പൗണ്ട് എടുത്തിട്ടാണ് അവൾക്ക് കൊടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം അവർ മിസ് സ്മിത്തിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അവളത് ഭയങ്കര സന്തോഷത്തോടെ സ്വീകരിക്കുകയും അതുപോലെ തന്നെ എന്താണ് താങ്കും കൂടെ പറഞ്ഞിട്ടാണ് അവൾ ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നീട് എന്താണ് അവർ നമ്മുടെ റോസ്മേരി വീണ്ടും നമ്മുടെ ഫിലിപ്പിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പം ഫിലിപ്പിനോട് പറഞ്ഞു അവൾ പോയി അവൾക്ക് ഞാൻ കുറച്ച് പണം നൽകി എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫിലിപ്പിനോട് അവൾ ചോദിക്കുന്നുണ്ട് ഞാൻ ഇന്ന് കണ്ട ആ ഒരു എനാമലായിട്ടുള്ള ബോക്സ് ഞാൻ എടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അയാൾ സമ്മതിക്കുന്നുണ്ട്. ആ എടുത്തോ എന്ന് പറഞ്ഞ രീതിയിൽ അവൾ സമ്മതിക്കുന്നുണ്ട്. അപ്പം അവൾ ഇങ്ങനെ അവൾക്കൊരു മറ്റൊരു ഡൗട്ടും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം അത് ആ ഒരു ഇതിൽ അങ്ങനെ അവളങ്ങനെ ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? ആം ഐ പ്രെറ്റി എന്നുള്ളതാണ് ചോദിക്കുക. ഫിലിപ്പ് ആം ഐ പ്രെറ്റി, ഞാൻ സുന്ദരിയല്ലേ? അപ്പം ഓൾറെഡി ആ ഒരു പെൺകുട്ടി സുന്ദരിയാണെന്ന് പറഞ്ഞപ്പം ഇവൾക്ക് തോന്നാണ് താൻ സുന്ദരിയല്ലേ എന്നുള്ളൊരു അനാവശ്യമായിട്ടുള്ളൊരു ചിന്ത ഈ പെൺകുട്ടിയുടെ മനസ്സിലേക്ക് കയറിക്കൂടുകയും അത് എങ്ങനെയെങ്കിലും അയാളോട് ചോദിക്കണം എന്നുള്ള രീതിയിൽ ഭയങ്കര ഒരു ഇതിലായിട്ട് അങ്ങനെ മെല്ലെ ഒരു പതിയെ എന്താണ് അയാളോട് ആ ഒരു കാര്യം ചോദിക്കുകയാണ് ഫിലിപ്പ്. അതൊരു സ്ത്രീകളുടെ ഒരു സ്വഭാവമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. കാരണം തൻ്റെ ഒരു ഹസ്ബൻഡ് ഒരു വേറൊരു പെൺകുട്ടിയെ കാണുമ്പം വെരി ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പം ആ ഒരു സ്ത്രീകൾക്ക് ആ അസൂയ തോന്നുന്ന ആ ഒരു മുഹൂർത്തമുണ്ടല്ലോ. അപ്പം അതിനൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടും നമ്മുടെ ഒരു നമ്മൾ റൈറ്റർ ഇവിടെ പറയുന്നത് കേട്ടോ. ആ ഒരു ചോദ്യം ചോദിക്കുന്നതോടുകൂടെ തന്നെ ഈ ഒരു സ്റ്റോറി അവസാനിക്കുകയാണെന്നുള്ളത്. അപ്പം അതോടുകൂടെ ഈ ഒരു സ്റ്റോറി അവസാനിക്കുകയാണെന്നുള്ളതാണ്. അപ്പം ഇതെന്താണ് പറയുന്നത്? യഥാർത്ഥമായിട്ടുള്ളൊരു സ്നേഹം കരുണ ഉള്ളവർക്ക് എന്താണ് ഒരിക്കലും സെൽഫിഷ് ആയിട്ടോ അല്ലെങ്കിൽ എന്താണ് മറ്റുള്ളവരോട് അസൂയോ തോന്നുന്നില്ല എന്നുള്ള മെസ്സേജാണ് ഇതിലൂടെ തരുന്നതല്ലേ. അപ്പം എല്ലാ വെൽത്തി ആയിട്ടുള്ള ആളുകൾക്ക് എന്താണ് നല്ല മനുഷ്യന്മാരൊന്നല്ല, നല്ല വെൽത്തി ആയിട്ടുള്ള മനുഷ്യന്മാരാണെന്ന് വിചാരിച്ച് കണ്ട് അവർക്ക് നല്ല മനസ്സിനുടമയാവാൻ പറ്റുമെന്നൊന്നും പറയാനും പറ്റില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു ബ്യൂട്ടി അതുപോലെ തന്നെ ഈ അസൂയ എന്ന് പറയുന്നതൊക്കെ മനുഷ്യന്മാർ എങ്ങനെയൊക്കെ തീരുമാനം എടുക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ സ്വാധീനിക്കുന്നുണ്ട്. ഈ ഒരു ബ്യൂട്ടിയും അതുപോലെ തന്നെ ഈ ഒരു ജലസിയൊക്കെ എന്താണ് മനുഷ്യന്മാരുടെ ഡിസിഷൻസ് വരെ ഉണ്ടാക്കാൻ അതിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു പുറമേ കാണിക്കുന്ന ഈ കരുണ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്താണ് ശരിക്കും ഒരു
ഒരു എക്സ്പ്രഷൻ മാത്രം, അല്ലെങ്കിൽ ഒരു മാനസികമായിട്ട് ഉള്ളുകൊണ്ടുള്ള ശരിക്കുള്ള ഒരു സഹാനുഭൂതിയോ അല്ലെങ്കിൽ ആ ഒരു കരുണയൊന്നും അവർക്ക് ചിലപ്പം ഉണ്ടായിക്കൊള്ളുന്നില്ല. പുറത്തേക്ക് കാണിക്കുന്ന ആ ഒരു ഇത് മാത്രം, പ്രകടനം മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും പറയുന്നത് വെച്ചാൽ ഈ ഒരു ഹൈ ക്ലാസ്സിനെയും അതുപോലെ തന്നെ ഒരു പോവർട്ടിയിൽ രണ്ട് ക്ലാസ്സുകൾ തമ്മിലുള്ളൊരു വ്യത്യാസമാണ് കേട്ടോ അവിടെ പറയുന്നത്. ഇപ്പം അവർക്ക് സമ്പന്നരായിട്ടുള്ള ആൾക്കൊക്കെ എത്ര കിട്ടിയാലും ഒരു മതിയാവാത്തൊരു ഒരു ഫീലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചെറിയ പെൺകുട്ടിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അതെന്താണ് 3 പൗണ്ടൊക്കെ കൊടുത്തിട്ടും അതിന് പോലും അവർ നന്ദി പ്രകടിപ്പിച്ചിട്ടാണ് അവർ പോകുന്നത്. അപ്പം ആ ഒരു ക്ലാസ്സിൻ്റെ ഒരു കമ്പാരിസൺ എന്നുള്ള രീതിയിലും അവിടെ പറയുന്നുണ്ട്. അപ്പം അതാണ് ഇതിൻ്റെ ഒരു ടോട്ടലായിട്ടുള്ള ഈ ഒരു സ്റ്റോറിയുടെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ടെക്സ്റ്റിലെ പ്ലോട്ടിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഈ ഒരു പ്ലോട്ടിനെ കുറിച്ചിട്ടും ഈ ഒരു സ്റ്റോറി തന്നെയാണ് പറയുന്നത്. മെയിനായിട്ട് റോസ്മേരിന് അവളുടെ സ്വഭാവങ്ങൾ പറയുന്നുണ്ട്. പിന്നെ എന്താണ് ഈ ഒരു പെൺകുട്ടിനെ കാണാനിടയായിട്ടുള്ളത്, അവളുടെ സ്വഭാവം പറയുന്നുണ്ട്. എന്താ നമ്മളെ റോസ്മേരിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. വെൽത്തിയാണ്, അതുപോലെ തന്നെ മോഡേൺ ആയിട്ടുള്ള ഒരു ഗേളാണ്. അങ്ങനെ എന്താണ് കടയിൽ പോയി ഈ ഒരു മിസ് സ്മിത്തിനെ കാണുന്നതും പിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടിരുന്നതും, എന്താണ് ഹസ്ബൻഡ് അവളെ കുറിച്ചിട്ട് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നതും, പിന്നെന്താണ് അവളെ സഹായിക്കാൻ ഏൽക്കുന്നതും. പക്ഷേ പിന്നീട് എന്താണ് അവൾ ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞതുകൊണ്ട് ആ ഒരു സഹായം ഇല്ലാതെ വെറുതെ അങ്ങനെ കുറഞ്ഞ ക്യാഷ് മാത്രം കൊടുത്തിട്ട് അങ്ങനെ വിടുന്നതും ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അതിലും പറയുന്നത്. അതുപോലെ തന്നെ ക്യാരക്ടേഴ്സ് പറയുന്നുണ്ട്. ഇതിലാകെ 3 ക്യാരക്ടേഴ്സ് വരുന്നുള്ളൂ. നമ്മളെ റോസ്മേരി, അതുപോലെ തന്നെ ഫിലിപ്പ്, പിന്നെ മിസ് സ്മിത്ത് എന്ന് പറയുന്നത്. ഈ റോസ്മേരിനെ കുറിച്ചിട്ട് അവൾ പറയുന്നത് അവൾ വെൽത്തിയാണ്, ഭയങ്കര വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, ഒരു മോഡേൺ ചിന്താഗതിയുള്ള ഒരു ഗേളാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അവൾ ബ്യൂട്ടിഫുൾ ആണെന്നല്ല, അവൾ ഡ്രസ്സ് ധരിക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഡ്രസ്സ് ധരിക്കുക. അതുപോലെ തന്നെ ഒരു ദരിദ്രരെയൊക്കെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നതായിട്ട് തോന്നുന്ന ഒരു പെൺകുട്ടിയാണ്. ശരിക്കും സഹായിക്കുന്നതല്ല, ആഗ്രഹിക്കാൻ തോന്നുന്ന ഒരു പെൺകുട്ടിയായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ശരിക്കും അവളെക്കുറിച്ചൊരു നെഗറ്റീവ് പറയുകയാണെങ്കിൽ എന്താണ്, ശരിക്കും ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ബോധമൊന്നും അവൾക്കില്ലല്ലേ. ഒരു ഇമാജിനറി ആയിട്ടുള്ളൊരു ലോകത്ത് അങ്ങനെ ജീവിച്ച് പോകുന്നൊരു ആളാണ്. അതുപോലെ തന്നെ ഭയങ്കര ഒരു സെൽഫിഷാണ്, ജലസി അവൾക്ക് തോന്നുന്നുണ്ട്. എന്താണ് പുറമേ ഭയങ്കര ദയയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അവളെന്താണ് അവൾക്ക് അസൂയയും അതുപോലെ തന്നെ എന്താ അവളുടെ ആത്മാഭിമാനമൊക്കെ നിറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് നമുക്ക് അവളെ കാണാൻ പറ്റുന്നത് എന്നുള്ളത്. അപ്പം പിന്നെ ഫിലിപ്പിനെ കുറിച്ചിട്ട് പറയാൻ അവൾ എന്താണ് നമ്മുടെ റോസ്മേരിൻ്റെ ഹസ്ബൻഡാണ്. അതുപോലെ തന്നെ വെൽത്തി ആയിട്ടുള്ള ഒരു ബിസിനസ്മാനാണ്, ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന ആളാണ്. അതുപോലെ തന്നെ അയാളുടെ വേർഡുകളാണ് പിന്നീട് എന്താണ് ഈ ഒരു കഥയുടെ ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറുന്നത് അല്ലേ. ഷീ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോൾ ആ ഒരു വേർഡുകളാണ് പിന്നെ എന്താണ് ആ ഒരു കഥയെ തന്നെ മാറ്റിമറിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നമ്മൾ മിസ് സ്മിത്തിനെ കുറിച്ചിട്ട് പറഞ്ഞാൽ അവൾ ഭയങ്കര പുവറാണ്, ഹംഗ്രി ആയിട്ടുള്ള ഒരു വുമൺ, ഭയങ്കര ഒരു കൈൻഡ്നെസ്സിൻ്റെ ഒരു നല്ല വിനയമുള്ളൊരു ആളായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ചായ മാത്രമാണ് അവൾ ആദ്യം ചോദിക്കുന്നത് കേട്ടോ, വേറെ ഒന്നും ചോദിക്കുന്നില്ല. ചായ കുടിക്കാനുള്ള ക്യാഷ് മാത്രമാണ് അവൾ ചോദിക്കുന്നത്. എന്താണ് ഹെൽപ്പ് ഭയങ്കര എന്താണ് നല്ല ഒരു രീതിയിലാണ് അവൾ ആ ഒരു തരുന്ന സ്വീകരണങ്ങളൊക്കെ നന്ദിയോടെയാണ് അത് സ്വീകരിക്കുന്നത് എന്നുള്ളത്. ഒരു പുവറാണ്, അതുപോലെ തന്നെ പോവർട്ടിൻ്റെ ഒക്കെ ഒരു പ്രതീകമായിട്ടാണ് അവളെ അവിടെ കാണിക്കുന്നത്. പിന്നീട് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു സ്റ്റോറിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു വിൻ്റർ സീസൺ, ലണ്ടനിലുള്ളൊരു വിൻ്ററാണ്, മഴ, അതുപോലെ തന്നെ ഡാർക്ക് ആയിട്ടുള്ള കോൾഡ് ആയിട്ടുള്ള ഒരു ദുഃഖം നിറഞ്ഞ ഒരു അന്തരീക്ഷമായിട്ടാണ് ആ ഒരു സ്റ്റോറി തുടങ്ങുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കാണിക്കുന്നത്. പക്ഷേ പിന്നീട് നമ്മുടെ റോസ്മേരിയുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ എന്താണ് ആദ്യം തന്നെ അവളെന്താണ് ഒരു ചൂട് കായുന്ന അവിടേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ ലൈറ്റ്, സുഗന്ധങ്ങൾ, ആഡംബരങ്ങൾ, വെൽത്തൊക്കെ കൊണ്ടുവന്ന് എന്താണ് ഭയങ്കര ഒരു സമ്പന്നമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് അവിടെ പിന്നീട് എത്തുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ ഇവരുടെ ഒരു പ്രോ സ്റ്റൈൽ പറയുന്നുണ്ട്. ഇതിൽ പ്രോ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് അവർ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കൊളാക്വൽ സ്റ്റൈലുണ്ട്. കൊളാക്വൽ സ്റ്റൈൽ ഒരു സംഭാഷണ രീതിയിലാണ് ഈ ഒരു സ്റ്റോറി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത്. അപ്പം അവരങ്ങോട്ട് ചോദിക്കുന്നു ഇങ്ങോട്ട് ചോദിക്കുന്നതൊക്കെ ഒരു സംഭാഷണം ആയിട്ട് തന്നെ അതിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു എനേബിൾ ബോക്സിനെ കുറിച്ചിട്ട് പറയുന്നുണ്ടല്ലോ, ആ ഒരു ബോക്സിനെ കുറിച്ചൊക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൽ പറയുന്നുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ പോയറ്റിക് ഡിസ്ക്രിപ്ഷൻ, ആ ഒരു മഴയും ആ ഒരു പുറത്തുള്ള ഒരു ഭംഗിയൊക്കെ എന്താണ് ഒരു ശരിക്കും ഒരു കവിത എഴുതുന്ന ഒരു ബ്യൂട്ടിഫുള്ള് ശരിക്കും അവിടെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഈ ഒരു റൈറ്റർ ഇവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ പേഴ്സോണിഫിക്കേഷൻ കൊടുക്കുന്നു. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനുഷ്യന്മാരുടെ സ്വഭാവ ഗുണങ്ങൾ എന്താണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനെയാണ് ഇത് പറയുന്നത് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ. ഇവിടെ കൊടുത്തിട്ടുള്ളത് ദ ന്യൂ ലൈറ്റഡ് ലാംപ്സ് ലുക്ക്ഡ് സാഡ് എന്നുള്ളത്. അപ്പം സാഡായിട്ട് കാണപ്പെടുന്നത് ശരിക്കും ആരെയാണ്, ഭയങ്കര സങ്കടത്തിൽ കാണപ്പെടുന്നത് മനുഷ്യന്മാരെയാണല്ലേ. അപ്പം ആ ഒരു ഇത് ഇവിടെ പറയുന്നുണ്ട്. ആ ഒരു വെളിച്ചം കെട്ട രീതിയിൽ കാണുന്നുണ്ടെന്ന് പറയുന്നത്, സാഡായിട്ട് പോലെ കാണുന്നുണ്ട് എന്നുള്ളത് ആ ഒരു മനുഷ്യൻ്റെ സ്വഭാവം അവിടെ കൊടുത്തിരിക്കുകയാണ്. അപ്പം അതാണ് ഇവിടെ പറയുന്നത്. സോ ഇതൊക്കെയാണ് അവരുടെ ഒരു പ്രോ സ്റ്റൈൽ പറയുന്നത്. സോ ഈ ഒരു ക്യാരക്ടേഴ്സിനെയും അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റോറിയും പഠിച്ചിരിക്കുക, അവരുടെ പ്രോ സ്റ്റൈലും പഠിച്ചിരിക്കുക, അതുപോലെ തന്നെ ഒരു ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ പ്രത്യേകതകൾ ഇതൊക്കെ തന്നെയാണ് ഇതിൽ കാര്യമായിട്ട് വരുന്നത്, ഈ ഒരു യൂണിറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ.